ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഈ ഒരു ഹൽവയ്ക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കപ്പളവ് ഇല്ലാത്തവരുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ് എടുക്കുക. അതേ ഗ്ലാസ്സിന് തന്നെ ഗ്ലാസ് ആയിരിക്കണം നിങ്ങൾ വെള്ളവും എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ആയിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേ കറക്റ്റ് അളവ് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കും തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സോഫ്റ്റ് ഡോ ഇവിടെ റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അളന്നെടുത്ത് അതേ കപ്പിന് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 5 കപ്പ് സാധാരണ പച്ചവെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് 5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ശരിക്കും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. ഒരുപാട് പാടൊന്നും തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഹൽവ തയ്യാറാക്കുന്നതിന് നിങ്ങൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് വല്ലതും ഇതുപോലെ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് പാല് കിട്ടുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലാ തരിയും നിങ്ങൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കംപ്ലീറ്റ് പാലും എടുക്കുക. പിന്നെ നമുക്ക് ഇത്രയും നമ്മൾ അടുപ്പിലോട്ട് വെക്കില്ല. കാരണം നമ്മളിതിൻ്റെ പാല് മുഴുവനായിട്ടും എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഊറ്റി കളയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു 15 മിനിറ്റ് കൂടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു അരിപ്പയിലേക്ക് ഇതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കണ്ടോ എല്ലാ തരികളും കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ തരികൾ ചെറിയ ചെറിയ തരികൾ പോലെയായി. ഞാനിതിപ്പോൾ അരിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ ഹൽവ റെഡിയാക്കുന്ന അതേ പാനിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതേ പാനിൽ തന്നെ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുക്കുക. ഒട്ടും തരിയൊന്നും ഇതിനകത്തേക്ക് വീഴരുത്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിപ്പം ഉള്ള അരിപ്പയൊന്നും എടുക്കരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം. ആ പാല് മാത്രം അരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാവിൽ നിന്നും പാലെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസ് വന്നതാണ്. ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർക്കരുത്. ഇത് നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കുക. ഇതൊന്ന് തെളിഞ്ഞ് വരും. ഒന്ന് തെളിഞ്ഞ് വന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു 2 കപ്പോളം വെള്ളം അങ്ങ് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോവും. ഒരുപാട് ഗ്യാസിൽ നമുക്കിത് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 അരമണിക്കൂർ വരെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിൽ നിന്നും 2 കപ്പ് വെള്ളം മാത്രം മാറ്റുക. ഒരുപാട് മാറ്റുകയും അരുത്. അപ്പോൾ ഞാൻ 1 കപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് മുകളിൽ നിന്നും അരിച്ചെടുക്കാം. നമ്മൾ ഈ 15 മിനിറ്റ് വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ സത്തൊക്കെ ഒന്ന് താഴോട്ട് അടിഞ്ഞു വന്നിട്ട് മുകൾ ഭാഗത്ത് ഇതിൻ്റെ വെള്ളം മാത്രമായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ വെള്ളം മാറ്റിയതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ മാവ് മൊത്തവും താഴോട്ട് കട്ട കെട്ടി കിടക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ് എല്ലായിടവും നന്നായിട്ട് താഴ്ന്ന് കിടക്കുകയാണ്. ആ വെള്ളവുമായിട്ട് യോജിക്കുന്നവരെ നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. എല്ലാം കൂടെ കലക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് അടുപ്പിലോട്ട് വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വെള്ളവും അതുപോലെ നമ്മുടെ ആ ഒരു മാവും എല്ലാം കൂടെ മിക്സായി. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ആദ്യം ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തീയൊന്ന് കുറച്ച് വെക്കുക. കാരണം ഇത് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിക്കും കുറുകി വരുന്ന സമയത്ത്. ഞാനിപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് നിൽക്കേണ്ടി വരും.
അപ്പോൾ ഇതെന്തായാലും ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി അടുക്കി പിടിച്ച് പോവും. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട്. ഗോതമ്പിൻ്റെ തീ നിങ്ങൾ കുറച്ച് വെച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഷുഗർ മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണിത്. ഷുഗർ കാരമലൈസ് ചെയ്യാൻ മിക്കവർക്കും അറിയില്ല. ഈ സമയത്ത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഗോതമ്പിൻ്റെ ആ കൂട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാരമലൈസ് ചെയ്യുന്ന ഷുഗറും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ മൊത്തം ഡിസോൾവ് ആയതിന് ശേഷം തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ശരിക്കും ഇത് പെട്ടെന്ന് ചിലവർക്ക് മിക്കവർക്കും ചെയ്ത് ശീലമുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. തുടക്കക്കാർക്കൊക്കെ ഈ ഒരു കാരമലൈസിങ് ഇച്ചിരി പാടായിട്ട് തോന്നും. ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു കളറ് മാറി വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ വളരെ തീ കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കാരണം ഈ ഒരു സമയത്ത് ഗോൾഡൻ നിറം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും. ഈ പഞ്ചസാര കരിഞ്ഞു പോവുകയാണെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് കാണത്തില്ല. ഒരു കയ്പ്പ് രസമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. നല്ല ഗോൾഡൻ നിറം ആവുന്ന ഉടനെ തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യുക. ഇത് തന്നെ ഒരു ഇത്തിരി കൂടുതലാണ്, ഇത്രയും വേണ്ട. ഒരു ഗോൾഡൻ നിറം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു കൂട്ട് വീണ്ടും ഈ അടുപ്പിലോട്ട് ഞാൻ വച്ചിട്ടുണ്ട്. തീ ഞാൻ കുറച്ച് തന്നെ വെച്ചേക്കാണ്. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത ആ ഒരു കൂട്ട് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കാരമലൈസ് ചെയ്തത് ഒരു ഇച്ചിരി കളർ കൂടുതലാണ്, ഇത്രയും വേണ്ട. നല്ലൊരു ഗോൾഡൻ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇത് പുറത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ആ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മധുരം കുറച്ച് കുറവാണ്, എന്നാൽ ആവശ്യത്തിനുണ്ട് താനും. അപ്പോൾ നല്ല മധുരത്തിൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും മൊത്തം 1 കപ്പാണ് എടുത്തേക്കുന്നത്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തീ കൂട്ടി വെച്ചും കുറച്ചും വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു വലിയ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം വേണ്ടത് ഒരു 4.5 ടേബിൾ സ്പൂൺ നെയ്യാണ്. വീണ്ടും 1 സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാട്ടോ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ 4 സ്പൂൺ ഫുള്ളും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നിങ്ങൾ പെട്ടെന്ന് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇതൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് നെയ്യ്. നമുക്ക് കുറച്ചുകൂടി നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഹൽവ കംപ്ലീറ്റ് ആയിട്ട് ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോഴും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് കൂടി ചേർത്തിട്ടുണ്ട്. കണ്ടോ കംപ്ലീറ്റ് ആയിട്ടും നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം. ഈ പാത്രത്തിൽ നിന്നും എല്ലാം കൂടെ ഒന്നിച്ച് ഇതുപോലെ വിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല കട്ടിയാവുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനെന്തായാലും കൂടുതൽ സമയം വെക്കുന്നില്ല. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരികയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. പഞ്ചസാരയും അതുപോലെ ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഹൽവ റെഡി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ഒരു ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെൽ ഐക്കൺ കൂടി വരും. അപ്പോൾ ആരും ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.